മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ിൻ ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിന് നേടിയിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ഉത്തരവാദിത്വം മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ അംഗനവാടിക്ക് ഏത് സമയം വിളിച്ചാൽ വരും എന്നുള്ളതിൽ ഉത്തമ ഉദാഹരണമാണ്. ഒരുപാട് തിരക്കുണ്ട്, കോളേജിൽ പോവാണ്. പോകുന്ന സമയത്ത് നമുക്ക് കയറി പോകാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രശസ്ത മോട്ടിവേറ്ററാണ്. ഒരുപാട് തിരക്കിനിടയിലും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്ന ഷാനോസ് മാഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് സമ്മതിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് പറയാത്ത ആരും? ഗുഡ് മോർണിംഗ്. ആരെ ഒച്ചത്തിൽ ഗുഡ് മോർണിംഗ് പറയുന്നത് നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. ആ ചെറിയ ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയാത്തതുണ്ടല്ലോ എപ്പോഴും. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രിയം നിറഞ്ഞ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ മാഷ്, അതുപോലെ തന്നെ ഏറ്റവും ഈ സമീപത്തെ കാരണവരായുള്ള അമരക്ക സാഹിബ്, പിന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന മുഖ്യ വ്യക്തിത്വം, എല്ലാവരും ഉഷാറായിട്ടല്ലേ ഇന്ന് രാവിലെ ഉടുത്ത് ചില ആൾക്കാർ ഇങ്ങനെ കയ്യും കെട്ടിങ്ങനെ നോക്കിക്ക, അതൊന്നും പറ്റൂല. അയ്യടി മനമേ തീപ്പെട്ടിക്കോലെ
ഉരസുമ കത്തും. എന്താ ഉരസുമ കത്ത? തീയല്ലേ? ഒരൊക്കെ പറ തീ. ആ, എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട തീപ്പട്ടിക്കൊള്ളികളെ, ഏറ്റവും നന്നായിട്ട് ഉഷാറായിട്ട് പാടാൻ കഴിയുന്ന, കഥ പറയാൻ കഴിയുന്ന മിടുക്കികളും മിടുക്കന്മാരായുള്ള കുട്ടികളാണെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി അംഗനവാടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ? അങ്ങനെ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളാണ്. അങ്ങനെയുള്ള മിടുക്കന്മാരും മിടുക്കികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ എഴുന്നേൽക്കും, ഓരോ പരിപാടികൾ കളിക്കാൻ പോകും, അതേപോലെ തന്നെ കടകളിൽ പോകും, മിഠായി വാങ്ങിക്കൊക്കെ ചെയ്യും. സ്കൂള് തുറക്കാൻ സമയമായപ്പോ അപ്പുവിനോടും ഉണ്ണിയോടും എന്ത് ചെയ്തു? സ്കൂളിൽ പോവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രാവിലെ നോക്കുമ്പോണ്ട് അപ്പു കുളിച്ച് ഒരുങ്ങി നല്ല വൃത്തിയായി മനോഹരമായി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കണം. എന്നാ ഉണ്ണി ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ണി ഉറക്കത്തുനിന്ന് എഴുന്നേറ്റില്ല. അമ്മ ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്? അമ്മിമ്മേലിട്ട് അമ്മിക്കല്ല് ഉരുട്ടുന്നത് പോലെ ഇങ്ങനെ ഉരുട്ടാ. എടാ എഴുന്നേക്കടാ, അന്ന് അംഗനവാടി പോണ്ടേ, സ്കൂൾ പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റോ? എഴുന്നേറ്റില്ല. നിങ്ങൾ കേട്ടിരിക്കുന്നാല് ഉള്ളിച്ചീറകുള്ള പൂമ്പാറ്റെ മുല്ലപ്പൂമ്പന്തലിൽ വന്നാട്ടെ, മണ്ണപ്പൻ ചുട്ടു കളിക്കാലോ, കണ്ണിമാങ്ങ കറി വെക്കാലോ, മണ്ണ് കൊണ്ടിത്തിരി നെയ്ച്ചോറ് കണ്ണൻ ചീരട്ടയിൽ വെക്കാലോ, പൊടിയരി കഞ്ഞി കുടിക്കാലോ, അച്ചാറും കൂട്ടി കുടിക്കാലോ. എന്തിനെ കുറിച്ചാ ഞാൻ പാടിയത്? പൂമ്പാറ്റനെ കുറിച്ചിട്ട്. പൂമ്പാറ്റന്റെ ഒപ്പം എന്തെല്ലാം കളികളാ കളിച്ചത്? എന്തെല്ലാം കളികൾ കളിച്ചു? മണ്ണപ്പം ചുട്ട് കളിച്ചില്ലേ? പൂവിലേക്ക് കയറി കളിച്ചില്ലേ? സൗഹൃദം പങ്കിട്ടെടുത്തില്ലേ? അല്ലേ? അപ്പൊ ഒന്നും കൂടി പാടിയല്ലേ? ഞാൻ പാടി മാഷ് കേക്കോ? മാഷ് പാടിയങ്ങൾ കേക്കോ? ഉള്ളിച്ചീറകുള്ള പൂമ്പാറ്റേ മുല്ലപ്പൂമ്പന്തലിൽ വന്നാട്ടെ. എങ്ങനത്തെ പന്തല്ല വന്നത്? ഏത് പന്തല്ല വന്നത്? എന്തിന്റെ പന്തല്ല വന്നത്? മുല്ലപ്പൂവിന്റെ പന്തല്. മുല്ലപ്പൂ കണ്ടിട്ടില്ലേ? എന്താ കളറ്? മുല്ലപ്പൂവിന് എന്ത് കളറാ? വൈറ്റ്, വെള്ള കളറാണല്ലേ. മുല്ലപ്പൂവിന്റെ പ്രത്യേകത എന്താ? നല്ല മണായിരിക്കില്ലേ? നല്ല സ്മെല്ലാവൂലേ? അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കണം. മറ്റുള്ള ആളുകൾ നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരണം. ബട്ടർഫ്ലൈന് മുല്ലപ്പൂ ഇഷ്ടല്ലേ? മുല്ലപ്പൂ പന്തലിൽ ഇരിക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പൊ ഈ അംഗനവാടി ഒരു മുല്ലപ്പൂ പന്തലാണ്. ഇവിടെ നല്ല മണമുള്ള, നല്ല രസമുള്ള, നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാവും, നല്ല രസമുള്ള കഥകൾ ഉണ്ടാവും, നല്ല ഇമ്പമുള്ള പാട്ടുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മുടങ്ങിയാൽ അതൊക്കെ നമുക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ വരണം. വരൂലേ? അല്ലേ? പിന്നെ എന്ത് ചുട്ടാ കളിക്കുന്നത്? എന്തപ്പം ചുട്ടാ കളിക്കുന്നത്? മണ്ണപ്പൻ ചുട്ടു കളിക്കാലോ, കണ്ണിമാങ്ങ കറി വെക്കാലോ. അല്ലേ? എന്തപ്പാ ചുടുന്നത്? മണ്ണപ്പം. അല്ലേ? എന്ത് കറിയാ വെക്കുന്നത്? മാങ്ങന്റെ കറിയല്ലേ? ചെറിയ മാങ്ങ ഇങ്ങനെ കിട്ടും, അത് അരിഞ്ഞിട്ടല്ലേ കറി വെക്കുന്നത്. മണ്ണ് കൊണ്ടിത്തിരി നെയ്ച്ചോറ്. എന്തുകൊണ്ടാ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്? നിങ്ങളൊക്കെ ഉണ്ടാക്കലില്ലേ മണ്ണ് കൊണ്ട് ഇങ്ങനെ നെയ്ച്ചോറ്? ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ട് അല്ലേ? അങ്ങനെ മണ്ണ് കൊണ്ടിത്തിരി നെയ്ച്ചോറ് ചിരട്ടയിൽ വെക്കാലോ, പൊടിയരി കഞ്ഞി കുടിക്കാലോ, അച്ചാറും കൂട്ടി കുടിക്കാലോ. അങ്ങനെ നല്ല കുട്ടികളായി പൂമ്പാറ്റയെ പോലെ ഓരോ പൂവിൽ നിന്നും അടുത്ത പൂവിലേക്ക് മാറി നടക്കുന്ന, മുല്ലപ്പൂ പന്തലിൽ വന്ന് കളിക്കുന്ന, പരസ്പരം കളിക്കുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും അംഗനവാടിയിൽ വരികയും നല്ല പാട്ടുകൾ കേൾക്കുകയും ഇമ്പമുള്ള കഥകളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യാൻ എല്ലാ ദിവസങ്ങളും വരൂലേ? അങ്ങനെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി എല്ലാ നല്ല ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കുട്ടിയെ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതായിരിക്കും? അവൻ വീട്ടിൽ നിന്നല്ല വരുന്നത് അല്ലേ? കുട്ടി വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആദ്യം കുട്ടീനെ പഠിപ്പിക്കുക എന്താണ്? വീടും പരിസരവുമായിട്ടാണ് പഠിപ്പിക്കുക. പിന്നെന്താ പഠിപ്പിക്കുക? അപ്പൊ ആ കുട്ടിക്ക് വീടിനേറ്റ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? ആ കുട്ടി വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു സമൂഹത്തിലേക്ക്, അംഗൻവാടിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മള് ആ കുട്ടിയെ വീടും പരിസരവും പഠിപ്പിക്കും. പിന്നെ ആദ്യത്തെ 2 ആഴ്ച നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് വീടും പരിസരവും. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ, നാടിൻ നന്മകൾ പാടി ഉണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ
ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. പുതു പുതു നാം ഉണർത്തുവാൻ നാം ഒന്നാണെന്നറിയുകയല്ലോ ജീവിതാദ്യ പാഠം. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ പാടിവാ ആടിവാ നേടണമറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററിവുണരുമി പൂക്കളാകുവാൻ. കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാറിവാ പാറിവാ വാതായനമിതിലേ. കേറിവാ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാറിവാ പാറിവാ വിദ്യാലോകം നേടിടാം.